ഒച്ചവരെ ഗിരീഷ് മെഡൽ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിൽ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഒരു കിടുക്ക വ്യൂ പോയിന്റിലേക്കാണ്. ഇതൊക്കെയാണ് കാണാനുള്ളതെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ അതേ കോടമഞ്ഞിന്റെ കാഴ്ചകൾ. ചില്ലിങ് വൈബാണ്. ചില്ലിങ് അല്ലേ എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ഒരു ഭീകരൻ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അത് കാണാൻ പറ്റുള്ളതാണ് തുളസിയേട്ടൻ പറഞ്ഞത്. നമുക്ക് കാൽവരി മൗണ്ടിലെ ചില്ലിങ് വൈബ് നമുക്ക് ഫുള്ള് ആസ്വദിക്കട്ടെ. കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴേ നമ്മൾ പെട്ടെന്ന് ഒരു അടിപൊളി ഒരു കപ്പലുണ്ട് ഇങ്ങനെ മലമുകളിൽ ഉണ്ടാക്കി വെച്ചേക്കണ പോലത്തെ ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിലൊന്ന് പെടുത്തുന്നുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ് കാൽവരി മൗണ്ട് ആ വ്യൂ പോയിന്റിലേക്ക് എത്താറാകണതിന് മുമ്പ് തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അവിടെ ഒരു പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഫോട്ടോ പോയിന്റ്, അവിടെ കയറി ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഫീസ് വെച്ചിട്ട് അവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ചെയ്തേക്കണൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചയും കൂടി ഞാൻ ഈ വീഡിയോയിലൊന്ന് പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കുത്തനെയുള്ള കയറ്റം കയറി ചെന്നിട്ട് ആ ഒരു ആർച്ച് വെച്ചേക്കുന്നുണ്ട്. ആ ആർച്ച് കണ്ട കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അതായത് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. വണ്ടി അവിടം വരെ ചെല്ലും. അപ്പോൾ അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടർ, ഈ ആർച്ചിൻ്റെ താഴെ തന്നെ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലേക്ക് നടക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അമ്പാനെ നമുക്ക് ഇറക്കി വിടാം. അപ്പോൾ അമ്പാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് ടിക്കറ്റിൻ്റെ താരിഫും അതേപോലെ തന്നെ പാർക്കിംഗ് ഫീസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളിതേ ഇപ്പുറത്ത് നമ്മുടെ ആ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കയറിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാൽവരി മൗണ്ടിൻ്റെ ചില്ലിങ് വൈബ് ഫുൾ പവർ കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തരട്ടാ. മഞ്ഞിൽ പുതഞ്ഞ മലനിരകളും ഇടുക്കി ഡാമിൻ്റെ കാനന സൗന്ദര്യം കുളിർക്കാറ്റൊക്കെ ഒത്തുചേർന്ന ഒരു സ്ഥലമുണ്ട് ഈ കാൽവരി മൗണ്ട്. ഇങ്ങോട്ട് ഇപ്പോൾ സഞ്ചാരികളുടെ ഒരു പ്രവാഹം തന്നെയാണ്. എന്നാൽ ലോക പ്രശസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാൽവരി മൗണ്ട്. ഇവിടുത്തെ വൈബ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ ഡാമിൻ്റെ വിദൂരമായിട്ടുള്ള ദൃശ്യങ്ങളും അത് ചെറുതും വലുതുമായിട്ടുള്ള ഇരിപ്പിടങ്ങളും പാറകളും പുൽമേടുകളൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി മലനിരകളാണ് ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ. ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള നീല ജലാശയം ദ്വീപ് പോലെ പലയിടത്തും ഇങ്ങനെ ജലാശയം ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുകയാണ്. ദൂരെ മാറി കുറവ മലകളുടെയും കുറുത്തി മലകളുടെയൊക്കെ ദൃശ്യം നമുക്ക് ആസ്വദിക്കാം. വൈകുന്നേരം രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മലയിലിങ്ങനെ പെയ്തിറങ്ങണ കോടമഞ്ഞിൻ്റെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഉച്ചയ്ക്ക് പോലും ഭയങ്കര തണുപ്പും കുളിരൊക്കെയാണ്. നല്ല കാറ്റൊക്കെ ആയിട്ട് അങ്ങനെ കാൽവരി മൗണ്ട് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമായിട്ട് മാറിയേക്കണുണ്ട്. ഒരു രക്ഷയില്ലാത്ത വൈബ്. എൻ്റെ പൊന്നു മോനെ, ഈ കാൽവരി മൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മിനി സ്വിറ്റ്സർലൻഡാണ്. അടിപൊളിയല്ലേ ചേട്ടാ? പേരെന്താണ് ചേട്ടാ? ബഷീർ. എവിടെ നിന്നാണ് തന്നെ? പെരിന്തൽമണ്ണ. എങ്ങനെയുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട്? എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച്? ഇടുക്കി മൊത്തം ഗോൾഡാ. ഒരു രസം ഗോൾഡല്ല, ഗോൾഡ്. ഇടുക്കി ഗോൾഡ്. ചേട്ടാ നമസ്കാരം. എന്താണ് പേരെന്താണ്? എന്റെ പേര് അഷഫ്. എങ്ങനെയുണ്ട് കാൽവരി മൗണ്ട്? എന്താ പറയാനുള്ളത്? കലക്കിയിട്ടുണ്ട്. കാവേരി ഒരു മുതലാണ് അല്ലേ? എല്ലാരും വന്ന് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ? എല്ലാരും വന്ന് കാണുന്നതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടമായി തീരും. ഓക്കെ എങ്ങനെയാണ്? പൊളി വൈബല്ലേ? അടിപൊളി വൈബാണ്. ഇടുക്കിക്കാര് മാത്രമല്ല കാണുന്നത്, ഇവിടെ എത്തിപ്പെടാൻ വെറും 220 കിലോമീറ്റർ. ഇത്രയും മനോഹരമായ അടുത്തൊന്നുമില്ല. കാൽവരി മൗണ്ട് വ്യൂ വന്നു കഴിഞ്ഞാൽ എത്ര നേരം സ്പെൻഡ് ചെയ്താലും നമുക്ക് നഷ്ടപ്പെടില്ല. എത്ര മനോഹരമായ കാഴ്ചകളാണ്. ആ കാഴ്ചകളൊന്ന് കാണിച്ചു കൊടുക്കണം. അടിപൊളി. എൻ്റെ പൊന്നെ കണ്ട, അതായത് ആകാശത്തൊക്കെ തൊട്ടേകളൊക്കെ ശരിക്കും. ഇപ്പോൾ ഈ മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ താഴത്ത് ആ ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ മഞ്ഞ് മാറി ഞാൻ കാണിച്ചു തരാം. കാൽവരി മൗണ്ടിൻ്റെ മഞ്ഞ് മാറിയിട്ട് തെളിഞ്ഞ് താഴെയുള്ള തടാകം കാണുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട്. ഫുൾ മഞ്ഞായതുകൊണ്ട് ഫുൾ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. താഴത്തെ ആ ഒരു വെള്ളമൊക്കെ കാണുന്നുണ്ട്. അടിപൊളിയല്ലേ? വേറെ ലെവൽ, ഒരു രക്ഷയില്ലട്ടാ. ഫുൾ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മഞ്ഞ്. അതായത് നമ്മുടെ തൊട്ടപ്പുറത്ത് പൊക്കത്തായിട്ട് നിൽക്കണ അവരെ പോലും മര്യാദക്ക് കാണാൻ പറ്റാത്തത്ര മഞ്ഞാണ്. അതായത് ഫുൾ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കണം. ആ ഒരു വൈബ് ഇവിടെ വന്ന് നേരിട്ട് തന്നെ ആസ്വദിക്കണം കേട്ടോ. ഒരു രക്ഷയില്ല. താഴത്ത് ഉണ്ട്. ആ താഴത്തേക്കൊക്കെ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്.
ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞായതുകൊണ്ട് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അടിപൊളിയാട്ടോ, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. ഇത് എന്തായാലും മിസ് ചെയ്യരുത്. സൂപ്പർ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴുള്ള ആ ഒരു രസമുണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ വന്ന് അനുഭവിച്ചിരുന്നത് കണ്ട. ചുറ്റിനും കൂടെ ഞാനിങ്ങനെ ചുറ്റിക്കറക്കി കാണിച്ചു തരാം. എല്ലായിടത്തും കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത, പരസ്പരം നമ്മൾ അടുത്തേക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയാണ്. മച്ചാന്മാരെ ഒരു രക്ഷയില്ല. കാൽവരി മൗണ്ട് വേറെ വൈബ്. അതായത് ഈ താഴെ നമ്മുടെ എന്താ പറയണ ഡാമിന്റെ വ്യൂ പോയിന്റ് ഉണ്ട്. ആ ഈ കോട ഇങ്ങനെ തിങ്ങി കിടക്കുന്നതുകൊണ്ട് ആ ഡാം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട. ഇപ്പൊ തെളിഞ്ഞാണ് കേട്ടാ. ഞാൻ പറഞ്ഞ് നമ്മുടെ ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോ തന്നെ ഡാമിന്റെ വ്യൂ ഉണ്ടാവും വേറെ പൊളിച്ച് ഏറ്റവും പൊതുവെ രക്ഷയിലുണ്ട. അതായത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെ. ഭയങ്കര കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോട കാറ്റിനനുസരിച്ച് ഇങ്ങനെ വന്ന് മാറിക്കൊണ്ടിരിക്കണം. കാറ്റ് വന്നപ്പോഴേക്കും ഈ തടാകമൊക്കെ തെളിഞ്ഞു വന്നു. അതായത് ഡാമിൻ്റെ ആ വ്യൂ പോയിന്റ് തെളിഞ്ഞു വന്നു. അതുപോലെ തന്നെ കാറ്റ് പോകുമ്പോഴേക്കും നേരെ കോട വന്നങ്ങോട്ട് തിങ്ങി അങ്ങോട്ട് പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലായി പോകണം. കാൽവരി മൗണ്ട് മിസ് ചെയ്തില്ല. ഇടുക്കി ജില്ലയിൽ കയറണമെന്നുണ്ടെങ്കിൽ കാൽവരി മൗണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കണം. എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ടെൻഷനും കാര്യങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതുപോലെ ഒറ്റക്ക് നിന്നാൽ തന്നെ ഫുൾ ഓൺ ഫുൾ പവറിൽ ബാക്കിയെല്ലാം നമ്മൾ മറക്കും. അതാണ് ഫീലിംഗ്. ഒരു എന്താ പറയുക, യാത്രയിൽ കിട്ടേണ്ട എല്ലാ വൈബും കാഴ്ചയായിട്ട് കാറ്റ് എന്താ പറയുന്നത് സങ്കടം കാണിക്കണ്ട. അതായത് ഒരു രക്ഷയില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തൊരു മലയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നിന്ന് ആ വീഡിയോയിലൊന്നും ഈ സാധനം അങ്ങനെ ക്ലിയർ ആവണ്ടായിരുന്നില്ല. അതായത് മഞ്ഞ് കൊണ്ട് അങ്ങനെ കവറായി പോയി. അങ്ങനെ എനിക്ക് നമ്മുടെ കമ്പനിക്കാരും ബഷീർക്ക് താഴെ പോയിട്ട് നടന്നവരുണ്ട്. ഡാമിൻ്റെ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ട് കടന്നവരുണ്ട്. ബഷീർക്കാ തെളിഞ്ഞല്ല, ഇപ്പോൾ വെള്ളം കറക്റ്റായിട്ട് കാണും. വെള്ളം കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലേ, ഹാപ്പി അല്ലേ? അതായത് നമ്മുടെ മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറി പറഞ്ഞു ഈ കോട പറഞ്ഞു പോലെ അല്ലേ? അത് ഫുള്ളോട്ട് പവർ കാഴ്ചകൾ അത് ശരിക്കും നമ്മുടെ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, വന്ന് നേരിട്ട് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ശരിക്കും നമ്മൾ ഇവിടെയൊക്കെ ആസ്വദിച്ച് ഈ കാറ്റും അതുപോലെ തന്നെ ഈ തണുപ്പൊക്കെ കൊണ്ട് കുറച്ച് ആ താഴേക്കൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ വേറെ ഏതോ ലോകത്ത്, അതായത് ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു രക്ഷയിൽ അത്ര വൈബായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് ആസ്വദിച്ച് ഇവിടുത്തെ ആ മേഘത്തിൻ്റെയും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചായി വന്നതും മഞ്ഞ് വന്ന് മൂടണതും ആ തടാകത്തിൻ്റെ ഭംഗിയും ആ മലനിരകളെയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ നേരം ഇവിടെ ഇങ്ങനെ നിന്ന് മനസ്സൊക്കെ ശാന്തമാക്കിയതിന് ശേഷം ഞാൻ ഈ മലയുടെ മുകളിലേക്ക് ചെന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആ വഴികളുണ്ടല്ലോ, അവിടെ നിന്ന് കൈവരി കെട്ടിയിട്ടുള്ള ഭാഗമുണ്ട്. അപ്പോൾ ആ കൈവരി കെട്ടിയിട്ടുള്ള ഭാഗത്തോട് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്തെത്താം. അപ്പോൾ അതായത് ഇപ്പോൾ മഞ്ഞൊക്കെ മാറി നല്ല ക്ലിയറായിട്ട്, അത്യാവശ്യം ക്ലിയറായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരെ ആ മലയുടെ മുകളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ വേറൊരു സംഭവം കൂടിയാണ്. ദേശം നോക്കി കുറേ മരങ്ങൾ ഇങ്ങനെ ചില്ലകൾ മാത്രമായിട്ട്, അതായത് അധികം ഇലകളൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഫോട്ടോ സെക്ഷൻ പോലെ. ഞാൻ അങ്ങോട്ട് ആദ്യം ഈ വ്യൂ പോയിന്റിൽ വന്ന് ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേക്കും ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു വൈബും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതേ 2-3 ചെറുപ്പക്കാർ ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എൽ ഷേപ്പിലാണ് ഇതിങ്ങനെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഓടുന്നുണ്ട്. അപ്പോൾ അവന്മാർ ഇവിടെ വന്നിയാണെന്നുണ്ടെങ്കിൽ അതേ വന്നു. അപ്പോൾ ഇവന്മാരോട് കൂടി ചോദിക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ടീമേ എങ്ങനെയുണ്ട് ഈ കാൽവരി മൗണ്ടിൽ വന്നിട്ട്? എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സെറ്റാണ്. മഞ്ചങ്ക ആസ്വദിച്ചാ? പേരെന്താണ് നിന്റെ? അഭിനവ്. മിഥുൻ. എവിടെ സ്ഥലം? എവിടെ നിങ്ങൾ? പെരിന്തൽമണ്ണ അല്ലേ? ഓക്കെ. ഇഷ്ടമായില്ലേ? അപ്പൊ ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട് വന്നിട്ട് ഫുൾ ഓൺ ഫുൾ പവറിൽ ചില്ലായല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞല്ലേ ആ സെൽഫി പോയിന്റിന്റെ ഉള്ളിൽ നിന്നൊക്കെ തന്നെയാണ് പിള്ളേർ. അവിടെ അറ്റം വരെയൊക്കെ പോവാട്ടോ. അവിടെ ഞാൻ നേരത്തെ കാണിച്ച ആ മരങ്ങൾ ഇങ്ങനെ ഒരു
എൽ ഷേപ്പിൽ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പന്തലിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ സൈഡിലേക്കും ഉള്ളിലേക്ക് നടക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ ആ എൻട്രൻസ് ഉണ്ടല്ലോ, ആ വ്യൂ പോയിൻറ്റിൻ്റെ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള ആ എൻട്രൻസിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് എത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മുടെ കാറും നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് നിൽക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ സീനിയറായിട്ടുള്ള തുളസി ചേട്ടൻ എന്തോ എടുക്കണ്ടല്ലോ, എന്തോ മരുന്നാ തലവേദനയാണെന്ന് തോന്നുന്നു. ഒരു യുക്കാലിയുടെ മരുന്ന് വാങ്ങിക്കണ്ടേ, അപ്പോൾ അതെടുത്ത് തലയിലൊക്കെ പറ്റുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. നമ്മുടെ ബാക്കി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരാൾ ഫോൺ ചെയ്തുകൊണ്ട് ഇപ്പം ഉണ്ട്. അപ്പോൾ പുള്ളി ഒന്നും പറയണില്ല. ഒരാളുടെ കുറവുണ്ടല്ലോ, ആളെ അവിടെ പോയിന്നാവും. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഉറങ്ങണ്ടെന്ന് തോന്നാം. അപ്പോൾ തണുത്തിട്ട് അവിടെ നിൽക്കാൻ പറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിയോ. അമ്പോ അതേ ഇരിക്കണം മോനെ, ശിവ ഉറങ്ങണ. എന്താണ് തണുത്തിട്ടാണ്? ചാട് അതാണ് കേട്ടാ. തണുത്ത് കുറച്ച് ദിബൂര് വരെ നമ്മൾ ചാടിച്ച് പുറത്തിറക്കി. അപ്പൊ കാൽവരി മൗണ്ടിൽ കാണാനുള്ള കാഴ്ചകളെല്ലാം ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയല്ലേ അല്ലേ? കാൽവരി മൗണ്ട് വേറെ ലെവല്. നമ്മുടെ കാൽവരി മൗണ്ടിൽ ഞങ്ങൾ വന്നെത്തിയ സമയം ഒരു 3 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയിട്ട്. അപ്പോൾ എന്തായാലും വന്ന സമയം ഒട്ടും മോശമായില്ല. ഫുൾ ഓൺ ഫുൾ പവറിൽ ചില്ലിങ് ക്ലൈമറ്റ്. കോടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കോട. അപ്പോൾ നിങ്ങൾക്ക് ഈ കാൽവരി മൗണ്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗിരീഷ് പെണ്ണല വ്ളോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങോട്ട് ഇടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകൾക്കും